ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഓക്കെ, നിങ്ങൾ വോയിസ് കുറവാണല്ലോ. നോ പ്രോബ്ലം, കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇത് അതേപോലെ തന്നെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും ആസ് എ കേസ് സ്റ്റഡി. കുഴപ്പമുണ്ടോ? ഇല്ല. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്ന് പറയാമോ? സൻസി, ഞാനിപ്പോ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്, അതായത് ഇ കോമേഴ്സ് സെക്ടറിൽ, ഒരു ഓർഗനൈസേഷനിൽ. ബട്ട് അതിന്റെ തന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റിലെ ചുമതലയും കൂടി തരുന്നുണ്ട്, ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് എനിക്ക് ഞാൻ മുൻപരിചയം ഉണ്ട് നടത്തിയിട്ട്. പക്ഷേ ഇതിൽ വലിയ സാലറി ഉണ്ടാവില്ല, അപ്ഗ്രേഡ് സാലറി കിട്ടില്ല. നിങ്ങൾ സൗണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യേണ്ടത് മൈക്കിന്റെ അടുത്ത് സംസാരിക്കുക. ഓക്കെ, എന്തായാലും നിങ്ങൾ സെക്കൻഡ് ജോബും വന്നിട്ടുണ്ട്, അത് ലോജിസ്റ്റിക് ആണ്, ആദ്യത്തെ ഇ കൊമേഴ്സ് ആണ്. ഓക്കെ, പിന്നെ എന്താ സാലറിനെ കുറിച്ച് എന്താ പറഞ്ഞു? അതെ, സാലറി കൂടുതലായിട്ട് കിട്ടില്ല. പക്ഷെ നിങ്ങൾ 2 ജോബ് ചെയ്യേണ്ടി വരും. 2 ജോബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാറി കളിക്കണ്ടല്ലോ. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ മൈക്കിന്റെ അടുത്ത് മാറുന്നുണ്ട്. നിങ്ങൾ മൈക്കിൽ തന്നെയാണ്. ഓക്കെ, ഇത് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 2 റെസ്പോൺസിബിലിറ്റി ആക്കി കിട്ടണം നിങ്ങൾക്ക്, അല്ലേ? 2 റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഓക്കെ, പക്ഷെ സാലറിക്ക് യാതൊരു മാറ്റമില്ല. പക്ഷെ ഇത് ഞാൻ കരുതുന്നത് എന്ന് വെച്ചാൽ, ഇത് പിന്നീട് ഭാവിയിൽ നമ്മളെ സിവിയിലും മറ്റുള്ളതിനൊക്കെ ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇനി പറയേണ്ടത് എന്താണ് ഈ ഒരു കൺവെർസേഷൻ അച്ചീവ് ചെയ്യേണ്ടത്, അത് പറയും. ഓക്കെ, അല്ലെ, ഇതിപ്പോ സാലറി ബേസ് ആയിട്ടാണോ ഞാൻ നമ്മുടെ ഓർഗനൈസേഷനോട് ചോദിക്കേണ്ടത്? അല്ല, ഞാൻ ഇത് ഏറ്റെടുക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ സാലറി ബേസ് ആയിട്ട് തന്നെയാണോ നമ്മൾ ഏറ്റെടുക്കേണ്ടത്? ഇത് സാലറി ഡിസൈഡ് ചെയ്യുന്ന ആരാ? ഓർഗനൈസേഷൻ. നിങ്ങളല്ലല്ലോ. അല്ലല്ല. അപ്പൊ അവർക്കൊരു എന്തായാലും ഒരു സ്ലാബ് ഉണ്ടാവുമല്ലോ, സാലറി സ്ലാബ് ഉണ്ടാവുമല്ലോ. സാലറി സ്ലാബ് ഉണ്ട്, പക്ഷെ എന്നോട് ഇപ്പൊ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കോ എന്നുള്ളതുള്ള ഒരു ഇതാണ് കൺവെർസേഷനിലാണ് എത്തിയിരിക്കുന്നത്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് നിങ്ങൾ സാലറിന്റെ കാര്യം എന്നോട് ചോദിച്ചത്. സാലറി ചോദിക്കണമെന്നാ ചോദിച്ചത് നിങ്ങൾ, ശരിയല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത് അവരടുത്ത് സാലറി സ്ലാബ് ഉണ്ടാവുമല്ലോ. എന്തായാലും ഒരു ജോബിന് ഒരു റെസ്പോൺസിബിലിറ്റിക്ക് ഇത്രയായിരിക്കും സാലറി, സെക്കൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഇത്രയായിരിക്കും സാലറി എന്നുള്ള, ശരിയല്ലേ? അതെ. ഇത് യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ലോജിസ്റ്റിക്കിന്റെ ജോബ് ചെയ്യുന്ന ഒരു മാനേജർ ആയിരിക്കും, അതേപോലെ ഇ കൊമേഴ്സിന് ചെയ്യുന്ന മറ്റൊരു മാനേജർ അല്ലേ? അതെ, ഇ കോമേഴ്സിന്റെ ഫുള്ളും ഞാനാണ്, ഈ 7 ബ്രാഞ്ചും ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതായത് ഇത് രണ്ട് വ്യത്യസ്ത വേർട്ടിക്കൽസാ. രണ്ടും വ്യത്യസ്ത വേർട്ടിക്കൽ അല്ലേ? ലോജിസ്റ്റിക് ആണ്, ഒന്ന് ലോജിസ്റ്റിക് ആണ്, ഒന്ന് പറഞ്ഞ ഇ കൊമേഴ്സ് ആണ്. രണ്ട് വേർട്ടിക്കൽസാ, ശരിയല്ലേ? അതെ. ഓക്കെ, ഇത് രണ്ടും ഒരേ കണക്റ്റഡ് ആയതുകൊണ്ട് ഇവരെന്നെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പൊ ഇത് രണ്ട് ലോജിസ്റ്റിക് ആണ്, ശരിക്കും 2 ഡിപ്പാർട്ട്മെന്റ്സ് ആണോ ഇത് സാധാരണ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ലേ? ആണോ? ഉറപ്പല്ലേ? അതെ. അപ്പൊ അവര് ശരിക്കും 2 മാനേജേഴ്സിനല്ലേ ഇതിനു വേണ്ടി അപ്പോയിന്റ് ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാല് നിങ്ങളുടെ കമ്പനി പോയിക്കോട്ടെ, നമ്മൾ സാധാരണ നോക്കുമ്പോൾ 2 മാനേജേഴ്സിനല്ലേ, 2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് 2 മാനേജേഴ്സിനല്ലേ ഇതിന് അപ്പോയിന്റ് ചെയ്യേണ്ടത്? അതെ. ഇപ്പൊ നിങ്ങൾ 2ഉം കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരാൾ ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ. അതെ, അതാണ് ഓർഗനൈസേഷൻ തീരുമാനിക്കുന്നത്. ബട്ട് ഞാൻ എന്താണ് അതിന്റെ ഡിസിഷൻ എനിക്കൊരു എടുക്കാൻ പറ്റും. നിങ്ങളോട് അവരെന്താ പറഞ്ഞത്? അല്ല, എന്നോട് പറഞ്ഞത് വെച്ചാൽ ഇതും കൂടി ഏറ്റെടുക്കാൻ പറ്റുമോ, എന്താണ് പറ്റുമോന്നോ പറഞ്ഞല്ലേ ചെയ്യണമെന്നാണോ പറഞ്ഞത്? 2 വ്യത്യാസം. അല്ല, പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇതനുസരിച്ച് വേണം എന്റെ ഇത് കൊടുക്കാൻ, റിപ്ലൈ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ അവിടെ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങൾ ചെയ്യണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. 2 വ്യത്യാസമുണ്ട്. യു ഹാവ് ടു ഡു ഇറ്റ് ഫ്രം നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ്. യു ഹാവ് ടു ടേക്ക് ഓവർ ലോജിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർശനമായിട്ട് നിങ്ങളോട് പറഞ്ഞ കാര്യം. അതെ, ഇവിടെ നിങ്ങൾ ലീഡർഷിപ്പ് ടെസ്റ്റ് ചെയ്യണം അവര്. അതെ, വ്യത്യാസമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അതെ, എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ടൈം ഉണ്ടെങ്കിൽ, നിങ്ങളെ കുടുംബത്തിന് യാതൊരു പ്രശ്നം വരാതെ ഇരിക്കുകയാണെങ്കിൽ,
നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി കേപ്പബിലിറ്റി എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ എന്ന് പറയണം. ഓക്കെ. അല്ല ഇതിന് നമ്മള് ഇപ്പം സെൻസ് ഇതിപ്പം നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പിന്നെ വേറൊന്നും വെച്ചാൽ ഇതിന് കുറച്ച് കൂടുതൽ ഉള്ളിലുള്ള അപ്ഗ്രേഡ് ആയിട്ടുള്ള നോളജും കിട്ടുമല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു. അതാ ഞാൻ പറഞ്ഞ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ. അതാ ഞാൻ പറഞ്ഞ ലീഡർഷിപ്പ്, ഒറ്റ വാക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം കൂടെ ചേർത്ത് അവിയലാക്കി കഴിഞ്ഞാൽ അതിന് ഒറ്റ വാക്ക് ലീഡർഷിപ്പാണ്. അതെ, മനസ്സിലായില്ലേ? അവർ നിങ്ങളെ ലീഡർഷിപ്പാണ് ചെക്ക് ചെയ്യണം. നിങ്ങളെ ലീഡർഷിപ്പ് ഇതോടുകൂടി വളരും ചെയ്യും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് 2 ഹാൻഡിൽ ചെയ്യാൻ, നാളെ നിങ്ങൾ പറഞ്ഞ പോലെ വേറൊരു CV നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, വേറെ ഓർഗനൈസേഷൻ കൊടുക്കാൻ, നിങ്ങൾക്ക് പറയാം ഐ ഹാവ് ഹാൻഡിൽ ബോത്ത് ദ ഡിപ്പാർട്ട്മെന്റ്സ്. അതെ മനസ്സിലായില്ലേ? അതെ, ഞാനതാണ് കാണുന്നത്. എനിക്കത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്, ഞാനത് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ. അപ്പം നിങ്ങളുടെ അപ്പം എന്ത് തീരുമാനമായിരിക്കും എടുക്കണ്ടാവുക? ഞാൻ ആ ലീഡർഷിപ്പ് ഏറ്റെടുക്കും. ഉറപ്പാണോ? ഉറപ്പ്, 100%. ക്ലാരിറ്റി കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും. ഹാപ്പിയാണോ? ഓ ഹാപ്പി. 0 to 10? 10. All right. Thank you. Thank you so much. Let's move on to the next caller, please.